നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ തകർച്ചയുണ്ടാകുമ്പോൾ അതിവേഗം തിരിച്ചു വരിക എന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചും വളരെ ശ്രമകരമായ ഒരു പരിപാടി തന്നെയാണ്. ഇന്ത്യൻ സംഗീത ഇതിഹാസം AR റഹ്മാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. AR റഹ്മാനെതിരെ വലിയ തോതിൽ വർഗീയ ചുവയുള്ള സൈബർ ആക്രമണം നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ കഥ പറയുന്നത് എന്നുകൂടി ഓർമ്മിക്കുക. AR റഹ്മാന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടായ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ RK ശേഖർ മരിച്ചത്. കുടുംബത്തിലെ ആകെ പ്രതീക്ഷയായിരുന്നു RK ശേഖർ. വരുമാനമെല്ലാം RK ശേഖറിൻ്റെ സംഗീത സബരിയിൽ നിന്നുണ്ടാകുന്ന കാര്യമായിരുന്നു. എന്നാൽ ഈ മരണം കുടുംബത്തെ അപ്പാടെ പ്രതിസന്ധിയിലാക്കി. സാമ്പത്തിക അവസ്ഥ വളരെ വളരെ മോശമായി, ഒന്നിനും പൈസ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ പഠിക്കാൻ പോകാൻ റഹ്മാന്, അന്നത്തെ ദിലീപിന് വളരെ ആഗ്രഹമായിരുന്നു. നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്, റോഡിലിറങ്ങി ഭിക്ഷ എടുത്തുകൂടെ എന്ന ചോദ്യം നിരവധി ആളുകൾ റഹ്മാനോട് ചോദിച്ചു. അന്ന് എല്ലാറ്റിനെയും അതിജീവിച്ച് ആ കുടുംബത്തെ വീണു പോകാതെ പിടിച്ചു നിർത്തിയത് ആരെന്നറിയണ്ടേ? റഹ്മാന്റെ ഉമ്മയായിരുന്നു, കരീമ ബീഗം. അത്രയും കഷ്ടപ്പാട് നിൽക്കുമ്പോഴും റഹ്മാനോട് സ്വന്തം ആഗ്രഹമായ സംഗീതത്തിൻ്റെ പിറകെ പോകാൻ ധൈര്യം നൽകിയതും ആ അമ്മയാണ്. ഒടുവിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് സംഗീതം നൽകാൻ റഹ്മാന് അവസരം കിട്ടി. അത് കൊടുത്തത് മണിരത്നമായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത റോജ എന്ന സിനിമയിൽ റഹ്മാന് സംഗീത സംവിധാനം ചെയ്യാൻ അവസരം കിട്ടി. റഹ്മാൻ ഒരു വിസ്മയമായി. ചിന്ന ചിന്ന ആശയം എന്ന പാട്ട് സൂപ്പർ ഹിറ്റായി. മാത്രമല്ല നമ്മുടെ മിനി പാടിയ പാട്ടാണത് നമുക്കറിയാം. ആ പാട്ട് ആദ്യമായി റഹ്മാൻ സംഗീതം ചെയ്ത് കഴിഞ്ഞ് പാടിക്കൊടുത്ത ആർക്കാണെന്നറിയാമോ? സംവിധായകൻ മണിരത്നത്തിനായിരുന്നില്ല, അത് സ്വന്തം അമ്മയായ കരീമ ബീഗത്തിനായിരുന്നു. ആ പാട്ട് കണ്ണ് നിറയെ കാത് നിറയെ ആ അമ്മ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞ ആ കണ്ണിൽ നിന്നാണ് ഇതാണ് തൻ്റെ വഴി എന്ന് റഹ്മാന് മനസ്സിലാകുന്നത്. തകർന്നടിഞ്ഞിരിക്കുമ്പോഴും നമ്മുടെ കൈപിടിക്കാൻ ആരെങ്കിലും വന്നാൽ മുന്നോട്ടുള്ള യാത്ര സുഗമമാകും. നമ്മൾ വീണ്ടും ഉയർന്നു വരുന്നത് കണ്ട് സന്തോഷത്താൽ കണ്ണ് നിറയുന്ന ആരെങ്കിലും ഉണ്ടാകണം ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു പതനം, ഒരു താഴ്ച ഉണ്ടാകുമ്പോൾ അത് അവസാന കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കൈപിടിക്കാൻ ഏതോ ഒരു നിയോഗം പോലെ ആരെങ്കിലും എത്തും. ആ ഒരു നല്ല പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.